നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. സ്ത്രീധന പീഡനം കാരണം വിസ്മയ ജീവനൊടുക്കിയത് കേരളത്തെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു. 2019 മെയ് 31 വിസ്മയയും കിരണും തമ്മിലുള്ള വിവാഹം. വിവാഹശേഷം തന്നെ ഇരുവരും തമ്മിൽ സ്ത്രീധനത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. ഇക്കാര്യം കൊണ്ട് തന്നെ വിസ്മയെ കിരൺകുമാർ മർദ്ദിക്കാറുമുണ്ടായിരുന്നു. ഒരിക്കൽ മർദ്ദനം സഹിക്കവയ്യാതെ വിസ്മയ അച്ഛനെ വിളിച്ച് തനിക്കിനി ഭർത്തൃവീട്ടിൽ നിൽക്കാൻ വയ്യെന്ന് പറഞ്ഞ് കരഞ്ഞു. അച്ഛൻ എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോയില്ലെങ്കിൽ എന്നെ ഇനി കാണത്തില്ല എന്ന് പറഞ്ഞ് കരയുന്ന ഓഡിയോ മെസ്സേജ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നെ അച്ഛൻ ഇനി കാണത്തില്ല, നോക്കിക്കോ. ഇവിടെ നിർത്തിയിട്ട് പോവുകയാണെങ്കിൽ എന്നെ ഇനി കാണില്ല. അച്ഛൻ നോക്കിക്കോ, ഞാൻ എന്തെങ്കിലും ചെയ്യും. എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് അങ്ങ് വരണമച്ച. എനിക്ക് പേടിയാണ്. എന്നെ അടിക്കും. എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എന്നാണ് വിസ്മയ വീണ്ടും വീണ്ടും ഓഡിയോയിൽ പറഞ്ഞ് കരയുന്നത്. ഇതിന് മറുപടിയായി പറ്റുന്നില്ലെങ്കിൽ ഇങ്ങു പോരെ, അതൊക്കെ ചുമ്മാതാണ്, ദേഷ്യം വരുമ്പോൾ പറയുന്നതല്ലേ, അങ്ങനെയൊക്കെ തന്നെ മകളെ ജീവിതം എന്നാണ് വിസ്മയുടെ അച്ഛൻ പറയുന്നത്. ഇപ്പോഴും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ നിരവധി ആളുകളാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു വിട്ടാൽ ആ വീട്ടിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഭർത്താവിൽ നിന്നുള്ള ശാരീരികവും മാനസികവുമായുള്ള പീഡനങ്ങളും സഹിച്ച് അവിടെ തന്നെ നിൽക്കണം എന്ന് പറയുന്ന മാതാപിതാക്കൾക്ക് മുന്നിലായിരുന്നു ഈ പെൺകുട്ടി മരണം കൊണ്ട് താൻ നേരിട്ട പ്രശ്നങ്ങൾ കാണിച്ചു തന്നത്. നിരവധി പീഡനങ്ങൾ വിസ്മയ ഏറ്റുവാങ്ങിയിരുന്നു. ഒടുവിൽ താങ്ങാനാകാതെയാണ് 2021 ജൂൺ 21 വിസ്മയ ആത്മഹത്യ ചെയ്തത്. ഒടുവിൽ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഈ കേസിൽ ഭർത്താവ് കുറ്റക്കാരനാണെന്ന് കോടതി വിധിക്കുകയും ചെയ്തിരുന്നു. ഇനിയെങ്കിലും ഒരു പെൺകുട്ടിക്കും ഈ ഗതി വരാതിരിക്കട്ടെ എന്നും കെട്ടിച്ചുവിട്ട പെൺമക്കളോട് നിങ്ങൾ ഈ ലോകത്ത് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നാൽ തിരികെ വരാൻ സ്വന്തം വീടും കൂടെ നിൽക്കാൻ അച്ഛനും അമ്മയും ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ ഇനിയെങ്കിലും എല്ലാ മാതാപിതാക്കൾക്കും കഴിയട്ടെ എന്നും സോഷ്യൽ മീഡിയ അഭിപ്രായപ്പെടുന്നുണ്ട്. കൊല്ലം പോരുവഴിയിലെ ഭർത്തൃവീട്ടിലാണ് വിസ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്ത്രീധനമായി നൽകിയ കാറിൽ തൃപ്തനല്ലാത്തതിനാലും വാഗ്ദാനം ചെയ്ത സ്വർണം ലഭിക്കാത്തതിനാലും ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചതിനെ തുടർന്ന് വിസ്മയ ജീവനൊടുക്കിയെന്നാണ് കേസ്. മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്ന കിരണിനെ അറസ്റ്റിലായതിന് പിന്നാലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.